ഹായ്, ഞാൻ ബൈജു ഐബി. ഞാനിന്നുള്ളത് കല്ലമ്പലം മാവിൻമൂട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു കൃഷി ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയുണ്ട്, വിജയകുമാരി ചേച്ചി എന്നാണ്. അപ്പോൾ ഇന്ന് ആ ചേച്ചിയുടെ വീട്ടിലാണ് ഞാനുള്ള. ചേച്ചിയുടെ കൃഷികൾ കാണാനും കൃഷി രീതിയെപ്പറ്റി ഉള്ളത്. ചേച്ചി എല്ലാവർക്കും ഒരു മാതൃകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷി ചെയ്ത് ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ആ ഒരു വിജയകുമാരി ചേച്ചിയുടെ വീട്ടിലേക്കുള്ള യാത്രാ വഴികളാണിത്. വെറും മോശപ്പെട്ട വഴികളാണ്, വെറും വെള്ളം പോകുന്ന ചാലുകളാണിത്. വീട്ടിൻ്റെ ഗേറ്റിലേക്കാണ് ഞാൻ കടക്കുന്നത്. വളരെ ഇടം കുറഞ്ഞ ഒരു സ്ഥലത്തിരിക്കുന്നൊരു വീടാണ്. കുന്നിൻപുറത്തുള്ള ഒരു ചെറിയൊരു വീട്. അവിടുത്തെ കൃഷിക്കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത്. ഇടം കുറഞ്ഞ സ്ഥലത്ത് ചാക്കിലെ കൃഷി രീതിയാണ് ചെയ്തിരിക്കുന്നത്. വെണ്ടയും വഴുതനങ്ങ അതുപോലുള്ള പച്ചക്കറികളെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. പയർ, വളരെ ഞെരുക്കത്തിലുള്ള കൃഷി രീതിയാണ്. എന്തുകൊണ്ട് സുഖം തന്നെയല്ലേ? സുഖം തന്നെ. പിന്നെ ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും ഒക്കെ? ഇവിടുത്തെ കൃഷികളെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലസൗകര്യം കുറവാണ്. എന്നിരുന്നാലും ഈ വരുന്ന ചാണാനും എല്ലാം തന്നെയും നമ്മളെല്ലാത്തിനും വളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു രീതിയിൽ ഉള്ള സ്ഥലത്ത് എല്ലാ കൃഷികളും ചെയ്യുകയാണ്. എത്ര സെന്റ് സ്ഥലമാണ് ഇവിടെ? ഇത് മൊത്തം 7 സെന്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആടുണ്ട്, പശുവുണ്ട്, പിന്നെ കാടക്കോഴിയുണ്ട്, പിന്നെ അല്ലാത്ത കോഴിയുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് ഇവിടെ, ഇല്ലേ? കാടക്കോഴികളും നാടൻ കോഴികളും പൂവൻ കോഴികളും എല്ലാം ഉണ്ട്. എല്ലാം സ്വന്തമായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന കൂടുകളാണ്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു പശുവും ഒരു പശുവിൻ്റെ കുട്ടിയും ഇതിൻ്റെ മൂത്രവും ചാണകവും ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. മറ്റു വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ചേച്ചി, ഇതിനൊക്കെ എന്താണ് പിന്നെ കീടനാശിനിയായിട്ട് അടിക്കുന്നത്? ഇതിൻ്റെ പുഴുക്കളും അതും ഇതൊക്കെ വരുന്നതിന് ഞാൻ കീടനാശിനിയായിട്ട് അടിക്കുന്നതെന്ന് വെച്ചിരുന്നാൽ 1 ലിറ്റർ ഗോമൂത്രം എടുത്തിട്ട് അതിൽ 10 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇലയുടെ അടിയിൽ ഇങ്ങനെ വരുമ്പോഴത്തേ ഇത് നുള്ളി കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇത് മാറിക്കിട്ടും. ഇതൊക്കെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ശ്രദ്ധക്കുറവുകൊണ്ട് കൂടുതൽ വന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വൃത്തിയാക്കിയാണ് ഞാൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഇതിനടിയിലിരിക്കുന്ന വെളിച്ചായാലും പുഴുവൊക്കെ ആയിരുന്നാലും. അപ്പോൾ നമ്മൾ അത് അപ്പോഴേ നുള്ളി നമ്മൾ അടുപ്പിട്ട് നമ്മൾ കത്തിച്ച് കളയുക. ഇത് വളമായിട്ട് ഇത് തന്നെ ചാണകം മാത്രമല്ല? ചാണകം മാത്രമാണ്. പിന്നെ ഈ ഗോമൂത്രവും ഗോമൂത്രം
ഇത് കലക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെങ്ങനെ ഡയറക്റ്റ് ഒഴിക്കില്ല? ഇല്ലില്ല. ഏത് ചെയ്യുമ്പോഴും 1 ലിറ്ററിനകത്ത് 10 ലിറ്റർ വെള്ളം ചേർത്ത് മാത്രമേ ഉപയോഗിക്കുക. അത് തന്നെ ചാണാൻ കലക്കി വെച്ചാൽ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം നല്ല പുഷ്ടിയായിട്ട് വരും. അല്ലാതെ വേറെ വളങ്ങളൊന്നും ചേർക്കാറില്ല? ഒരു വളവും കപ്പലിൻ്റെ പിണ്ണാക്ക, വേപ്പം പിണ്ണാക്ക അങ്ങനെയൊന്നും ഒന്നും ചെയ്യുന്നില്ല. കാലിത്തീറ്റ വരുന്ന ചാക്കുകൾ മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട് കൃഷിക്ക് വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ വയലിലേക്ക് പോയി. പാട്ടത്തിനടുത്തിട്ടുള്ള വയലുകളാണ്. അവിടെയും നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. വഴുതനയും വെണ്ടയും എല്ലാം നല്ല രീതിയിൽ വിളഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇവിടെ എത്ര നാളായിട്ട് ചേച്ചി കൃഷി ചെയ്യുന്നു? ഞാൻ 2013 തൊട്ട് എനിക്കൊരു പഞ്ചായത്തിൽ നിന്ന് പച്ചക്കുട്ടിയെ കിട്ടി. അത് തൊട്ട് ഞാൻ ഇത്തിരി പില്ലായി, പിന്നെ അടുത്ത് നെല്ലായി, പിന്നെ പച്ചക്കറികളായി, അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന്. ഇത് നേരത്തെ എങ്ങനെ കിടന്ന ഭൂമിയായിരുന്നു? ഇത് കൃഷി ആദ്യമേ കൃഷി ഉണ്ടായിരുന്നു, പിന്നെ ഒന്നുമില്ലാതെ കാട് കയറി കിടന്നതായിരുന്നു. അതിന് ചേച്ചി ഒറ്റയ്ക്ക് വെട്ടി ഇങ്ങനെ ആക്കിയതാണ്. വയലിൻ്റെ കരയിലും വേലി വെച്ചിരിക്കുന്ന പോലെ കൃഷി ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.